ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. അതായത് ചെറിയ രീതിയിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായി ലോ ബഡ്ജറ്റിൽ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു മൈക്കാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിയത്. എൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നെയാണ് വാങ്ങിയത്. അപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഫോണിൻ്റെ ഹെഡ്ഫോൺ ക്രിയേറ്റീവ് ഹെഡ്ഫോണാണ്. അപ്പം വളരെ ലോ ബഡ്ജറ്റിലൊരു മൈക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഈ കാണുന്ന പറയാതെ തന്നെ ഇത് മൈക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള പാക്കറ്റ്. അപ്പം നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് എന്നുള്ളത്. അപ്പം ഇത് വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ട്. അതായത് പുതിയ ചെറിയ രീതിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന വോയിസ് ഓവർ ചെയ്യുന്ന ഈ മൈക്ക് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ മേന്മയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെനിക്ക് 569 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. കൈ കിട്ടിയിട്ട് 2 ആഴ്ചയായി. ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തില്ലായിരുന്നു, ആവശ്യം വന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഷാൻഷൻ ടെക്നോളജീസിൻ്റെ മൗനോ ലാവലിയർ മൈക്രോഫോണാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെയാണ് ഈ കാണിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം, DSLR ക്യാമറയ്ക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ മൈക്ക് നല്ലതാണ്. അതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവർക്ക് കൊടുക്കാൻ ഈ മൈക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിനും ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. അപ്പം മൗനോ AU400 ലാവലിയർ മൈക്രോഫോണാണ്, ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ MRP ഇതിൽ കൊടുത്തിരിക്കുന്നത് 699 രൂപയാണ്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ഈ വർഷം തന്നെ ഇറങ്ങിയതാണ്. ജൂൺ 2020 ഇറങ്ങിയ പ്രോഡക്റ്റാണ്. അപ്പം ഞാനിപ്പം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ നല്ലൊരു പൗച്ചാണ്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ കേബിളും മൈക്കും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ വിൻഡ് മഫുള്ള കേബിൾ തന്നെയാണ്. അപ്പോൾ അത് മഫ് പ്രത്യേകം മാറ്റി വെച്ചിട്ടില്ല, കേബിൾ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കേബിൾ കണ്ടിട്ട് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു അഡാപ്റ്ററാണ്. അത് ഒരു ഗോൾഡ് കളറിലെ അഡാപ്റ്ററാണ്. പിന്നെ നമുക്കുള്ളത് കോളർ മൈക്ക് ക്ലിപ്പാണ്. അപ്പം നമുക്ക് ചിലർക്ക് കയ്യിൽ പിടിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന ഹോളിൽ കൂടെ കേബിൾ കയറ്റി വെച്ച് കോളറിൽ പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ യൂസർ ഗൈഡ് ഉണ്ട്. യൂസർ ഗൈഡിൽ എത്ര ഐറ്റംസ് ആണോ ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടതുപോലെ ഓമിനി ഡയറക്ഷണൽ മൈക്രോഫോൺ, പിന്നെ ഒരു ക്ലിപ്പ്, പിന്നെ 3.5 mm ജാക്ക്, മിനി പ്ലഗ്, 2 മീറ്റർ കേബിള്, അതാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു യൂസർ ഗൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ കമ്പനി ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു കാർഡ് കൂടിയുണ്ട്. അതിൽ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. പക്ഷേ ഷാൻഷൻ കമ്പനി എന്ന് പറയുന്നത് അങ്ങനെ അറിയപ്പെടാത്ത കമ്പനിയല്ല, വേൾഡ് വൈഡ് അറിയുന്നൊരു കമ്പനിയാണ്, ഇൻ്റർനാഷണൽ കമ്പനിയാണ്. വലിയ വലിയ ലാവലിയറിൻ്റെ മൈക്കുകളൊക്കെ ഇറക്കുന്ന കമ്പനിയാണ്. അപ്പോൾ പിന്നെ കൂടാതെ നമ്മുടെ കമ്പ്യൂട്ടറിലും DSLR ക്യാമറയിലും ഒക്കെ കൊടുക്കുമ്പോൾ ഫിറ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ, ഒരു കണക്ടർ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൈക്കിലുള്ളത്. അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാർക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇത് വാങ്ങാം. നമുക്ക് ചെറിയ തോതിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, ഞാൻ പറയുന്ന മൈക്ക് അത് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൃപ്തിയായിട്ടുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു മൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആമസോൺ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ശരിക്കും 2 മീറ്റർ കേബിൾ തന്നെ ഇതിനകത്തുണ്ട്.
നമുക്ക് ദൂരെ ഇരുന്ന് 2 മീറ്റർ ദൂരെ ഇരുന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ ഓബ്ജക്റ്റ് 2 മീറ്റർ ദൂരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് കുറച്ച് നീളം വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഹെഡ്ഫോണിൻ്റെ കേബിളിന് നീളം കുറവായതുകൊണ്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. അപ്പോൾ 2 മീറ്റർ നീളമുണ്ട്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്കിത് ഈ പൗച്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പൗച്ചാണ്. അപ്പോൾ ഇത് ചീത്തയാവാതെ, ബാഗിലൊക്കെ ഇരുന്ന് ചീത്തയാവാതിരിക്കാൻ നന്നായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകാനും വളരെ ചെറിയ ഒരു സാധനമായിട്ട് നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു പൗച്ചാണ്. അത്യാവശ്യം നല്ലൊരു പൗച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അൺബോക്സിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ യൂട്യൂബ് ചാനൽ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പം ഇതിൻ്റെ യൂസർ ഗൈഡൊക്കെയാണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോയുമായി, മറ്റൊരു വീഡിയോയുമായി അടുത്ത ലക്കത്തിൽ കാണാം. അതുവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.